തമിഴ്നാട്ടിലെ ഗ്രാമീണരായ സ്ത്രീകൾ കമൽഹാസനെ വിളിക്കുന്നത് പെമ്പിളൈ പെറുക്കി എന്നാണ്. അതുല്യനായ നടനാണ് കമൽഹാസൻ, അതിൽ സംശയമൊന്നുമില്ല. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് കമൽ സിനിമയിൽ. മലയാളിയായ കമൽ തമിഴ്നാട്ടിലാണ് തൻ്റെ ആധിപത്യം സ്ഥാപിച്ചത്. മലയാള സിനിമയിലൂടെ നായക നിരയിലെത്തിയ കമൽ പിന്നീട് തമിഴകം കീഴടക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കമലിൻ്റെ വ്യക്തിജീവിതം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. വിവാഹം, ഡിവോഴ്സ്, പ്രണയം, കാമം എന്നിങ്ങനെ പല തലങ്ങളിൽ പോകുന്നു കമൽഹാസൻ്റെ ജീവിതം. തൻ്റെ മുമ്പിലെത്തുന്ന നായിക നടിയെ, അത് പുതുമുഖമാണെങ്കിലും പഴയ മുഖമാണെങ്കിലും, നന്നായി യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം കമൽഹാസനുണ്ട്. മലയാളത്തിൽ ഒരു കാലത്ത് പ്രശസ്ത നടിയായിരുന്ന കാർത്തിക നായകൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് കമൽഹാസനോട് പിണങ്ങിയത് ശ്രദ്ധേയം. ഒരു ഫോട്ടോ സെഷനിൽ കാർത്തികയെ പിടിച്ച് ബലമായി ചേർത്ത് നിർത്തി കമൽഹാസൻ. കാർത്തിക കമലിൻ്റെ കൈ തട്ടിമാറ്റി. പിന്നീട് അവർ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടില്ല. കമൽഹാസൻ പിഴിഞ്ഞെടുത്ത ഒരു നായികയുണ്ട്, രേഖ. രേഖ മലയാള സിനിമയിലാണ് തരംഗമായി മാറിയത്. റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ രേഖ പിന്നീട് ഏയോട്ടയിൽ മോഹൻലാലിൻ്റെ നായികയായി, ഒളിയമ്പുകളിൽ മമ്മൂട്ടിയുടെ നായികയായി, പാവം പാവം രാജകുമാരനിൽ ശ്രീനിവാസൻ്റെ നായികയായി, ലാൽ സലാമിൽ മുരളിയുടെ നായികയായി, കിഴക്കുണരും പക്ഷിയിൽ മോഹൻലാലിൻ്റെ നായികയായി, സാന്ത്വനം, അടയാളം, സുന്ദരിക്കാക്ക, ഗൃഹപ്രവേശം, യാദവം, ജനം തുടങ്ങിയവയൊക്കെ രേഖയുടെ ശ്രദ്ധേയമായ മലയാള ചിത്രങ്ങളാണ്. തമിഴ്നാട്ടിൽ രേഖയ്ക്ക് ഉണ്ടായത് തിക്താനുഭവമാണ്, അതും ആദ്യ ചിത്രത്തിൽ. 1986 പുന്നകൈ മന്നൻ എന്ന ചിത്രത്തിലൂടെയാണ് രേഖ എത്തുന്നത്. പുന്നകൈ മന്നനായി കമൽ നിറഞ്ഞാടിയ ചിത്രം. അതിൽ കമലിൻ്റെ കാമുകി വേഷമായിരുന്നു രേഖയ്ക്ക്. അതിൽ കമലുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ടി വന്നു രേഖയ്ക്ക്. കമൽഹാസൻ ആ ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് രേഖയെ പിഴിഞ്ഞെടുത്തു എന്നാണ് അക്കാലത്ത് തമിഴ് മാധ്യമങ്ങൾ എഴുതിയത്. തമിഴ് സിനിമയിൽ ആദ്യമായി ലിപ് ലോക്ക് രംഗം അരങ്ങേറുന്നതും ആ ചിത്രത്തിലൂടെയാണ്. പുന്നകൈ മന്നനിൽ നായകനായ കമൽഹാസനും നായികയായ രേഖയും മരിക്കാൻ തീരുമാനിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ഇരുവരും ചുണ്ടോട് ചുണ്ട് ചേർത്ത് ചുംബിക്കുന്നു. ചുണ്ടോട് ചുണ്ട് ചേർത്ത് ചുംബിക്കണമെന്ന് സംവിധായകൻ രേഖയോട് പറഞ്ഞിരുന്നു. പക്ഷേ കമൽഹാസൻ രേഖയുടെ ചുണ്ടുകൾ കട്ടിച്ചെടുക്കുകയായിരുന്നു എന്ന് പറയുന്നതാകും ശരി. രേഖയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഷോക്കായിരുന്നു. അവർക്കന്ന് പ്രായം 15 വയസ്സ്. 15 വയസ്സുള്ള തൻ്റെ ചുണ്ടിൽ മുതിർന്ന നടനായ കമൽഹാസൻ ചുംബിച്ചപ്പോൾ, തൻ്റെ ചുണ്ടുകൾ കമൽഹാസൻ കവർന്നെടുത്തപ്പോൾ രേഖ ഞെട്ടിപ്പോയി. അത് രേഖയെ സംബന്ധിച്ചിടത്തോളം ഒരു തിക്താനുഭവം ആയിരുന്നു. പിന്നീട് കമൽഹാസൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ രേഖ വിസമ്മതിച്ചു. തമിഴ്നാട്ടിൽ രാമരാജൻ്റെയൊക്കെ നായികയായി അവർ അഭിനയിച്ചുവെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് അഭിനയിച്ച ചിത്രങ്ങളിലൊന്നും ശരീര പ്രദർശനത്തിന് അവർ തയ്യാറായതുമില്ല. കാരണം പുന്നകൈ മന്നനിലെ രംഗങ്ങൾ അതിരു കടന്നതായി അവർക്ക് തന്നെ തോന്നി. അതുകൊണ്ട് തന്നെ അവർ മാന്യമായ റോളുകൾ സ്വീകരിച്ചു. മലയാളത്തിലും അങ്ങനെ തന്നെ. ആലപ്പുഴ സ്വദേശിയാണ് രേഖ. ആലപ്പുഴയിൽ എരമല്ലൂരിലാണ് അവർ ജനിച്ചത്. ഊട്ടിയിലായിരുന്നു വിദ്യാഭ്യാസം. തമിഴ് സിനിമയിൽ എത്തപ്പെട്ടു. പക്ഷേ തമിഴ് സിനിമയിൽ കാര്യമായ റോളുകളൊന്നും അവർക്ക് ലഭിച്ചില്ല. റാംജി റാവു സ്പീക്കിങ്ങിലൂടെ മലയാളത്തിൽ എത്തിയപ്പോൾ മലയാളികൾ ഇരുകൈയും നീട്ടി അവരെ സ്വീകരിച്ചു.
എന്തായാലും കമൽഹാസനുമൊത്തുള്ള ആദ്യ ചിത്രം ഒരു ദുസ്വപ്നമായി രേഖ ഇപ്പോഴും കരുതുന്നു.